പ്രിയമുള്ളവരെ, നമുക്കൊന്ന് വയനാട്ടിലേക്ക് പോകണം. അവിടെ പുത്തുമലയിൽ ഹൃദയഭൂമിയിൽ ഇവിടെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നോക്കൂ, അവിടെ ഹൃദയഭൂമിയിലേക്ക് എത്തിച്ചേരുന്ന ബന്ധുക്കളാണ്. ആ ഹൃദയഭൂമിയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കയ്യിൽ പൂക്കളുണ്ട്. മറ്റു ചിലർക്ക് അവരുടെ പ്രിയപ്പെട്ട ആളുകൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുണ്ട്. വളരെ വൈകാരികമായ ഒരു നിമിഷമാണ്. ഹൃദയഭൂമിയിലേക്ക് എത്തുന്നവർ 2 വർഷം മുമ്പ് എല്ലാവരും കൂടപ്പിറപ്പുകളായി ഒരുമിച്ച് ഒരു കൂരയ്ക്ക് കീഴെ കഴിഞ്ഞവരാണ്. ഇപ്പോൾ അവിടേക്ക് എത്തുന്നത് സർവ്വമത പ്രാർത്ഥനയ്ക്കുമൊക്കെയായിട്ടാണ് ആളുകൾ എത്തുക. അവിടെ എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുണ്ട്, തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ കല്ലറയിൽ പൂക്കൾ വെച്ച് കണ്ണീരശ്രുക്കളുമായി ഒരിക്കൽ കൂടി അവരെ ഓർമ്മിച്ച് മടങ്ങും. ഇത് 2ാം ആണ്ടാണ് വലിയ വേർപാടിന്. നമുക്കൊപ്പം ഷഹദുണ്ട്. ഷഹദ്, ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുന്നത് ചൂരൽമലയിൽ നിന്ന് വന്നവരാണോ, ടൗൺഷിപ്പിൽ നിന്ന് വന്നവരാണോ, പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ പുഷ്പാർച്ചനയ്ക്കായി എത്തിയിരിക്കുന്നവരാണോ നമ്മൾ കാണുന്നത്? ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് അല്ലേ ഷഹദ്? തീർച്ചയായും അരുൺ, മഴ തോരാതെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ ടൗൺഷിപ്പിൽ നിന്നുള്ള ആളുകളാണ് ഇവിടേക്ക്, അതായത് ഈ പുത്തുമലയിലെ ഈ ഹൃദയഭൂമിയിലേക്ക് വരുന്നത്. അതിൽ എല്ലാവരും, അതായത് അവിടെയുള്ള ടൗൺഷിപ്പിൽ ഇപ്പോൾ താമസമാക്കിയിട്ടുള്ള മുഴുവൻ ആളുകളും ഇപ്പോൾ ഇവിടേക്ക് ഒരുമിച്ച് വരികയാണ് എന്നുള്ളതാണ്. അവരുടെ കയ്യിൽ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പുഷ്പങ്ങളുണ്ട്. അത് ഒരാളുടെ അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരാളുടേത് മാത്രമല്ല, ഇവിടെയുള്ള ഈ ഹൃദയഭൂമിയിലുള്ള മുഴുവൻ ആളുകളും ഇവർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട, ഇവർക്കെല്ലാവർക്കും വർഷങ്ങളായി അറിയുന്ന, അത്രയേറെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകളും. അതുകൊണ്ട് ഇവിടെയുള്ള ഓരോ കല്ലറകളിലും ചെന്ന് അവർ ഈ പുഷ്പം അർപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. കണ്ണീരണിഞ്ഞ് ഈറനണിഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരുടെ കല്ലറകളിൽ ചെന്ന് ഈ പുഷ്പാർച്ചന നടത്തുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇനിയും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഒരു 6 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ 6 മണി സമയത്ത് പോലും ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. 6 മണിക്ക് തന്നെ ഇവിടെ ആളുകളെത്തി അവരവരുടെ ബന്ധുക്കളുടെയും അതുപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കളുടെയും മാതാപിതാക്കളുടെയും വിതുമ്പി നിൽക്കുന്നു, ബന്ധുക്കളും വിതുമ്പി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിലാണ് പുത്തുമലയിലെത്തിയിരിക്കുന്ന മനുഷ്യർ. ഹൃദയഭേദകമായ കാഴ്ചകളാണ്, നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. പുഷ്പാർച്ചനകൾ നടത്തി, അത് തങ്ങളുടെ ബന്ധുക്കളിൽ മാത്രമല്ല കേട്ടോ, അയൽപക്കത്ത് ഉള്ള നോക്കൂ, അവിടെ പുഷ്പാർച്ചനയ്ക്ക് വേണ്ടി വരുന്നവർ അവരുടെ പ്രിയപ്പെട്ടവരുടെ ശവകുടീരത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ച് പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം മറ്റ് കല്ലറകളിലേക്ക് കൂടി പോകുന്നുണ്ട്. അവിടെ പോയി അവിടെയും പുഷ്പാർച്ചന നടത്തിയാണ് പോകുന്നത്. ഒരിടത്ത് മാത്രമല്ല പുഷ്പാർച്ചന നടത്തുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക.